ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അതിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് ഹൈപ്പ് അടിക്കാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ല്ലേ. എന്റെ പേര് മീര. ഞാൻ ജനിച്ചതും വളർന്നതും ഹരിതഗിരി എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ്. പ്രകൃതി രമണീയമായ, എപ്പോഴും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു മനോഹരമായ സ്ഥലം. അവിടെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റ് മാനേജറാണ് ഞാൻ. എന്റെ ഡിഗ്രി ആദ്യ വർഷം പഠിക്കുമ്പോഴാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഭാര്യയായി മാറേണ്ടി വന്നവളാണ് ഞാൻ. എന്റെ ഭർത്താവിന്റെ പേര് രാജീവ് എന്നാണ്. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. കാണാൻ വളരെ സുമുഖനും നല്ല സ്വഭാവത്തിനുമുടമയുമായ ഒരാൾ. സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത്. നാട്ടിൽ നല്ല പേരും പ്രശസ്തിയുമുള്ള തറവാട്. അതുകൊണ്ടുതന്നെ ഈ കല്യാണാലോചന വന്നപ്പോൾ എന്റെ വീട്ടുകാർക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. എനിക്കും അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ വല്ലാതെ ഇഷ്ടമായി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടന്നു. രാജീവേട്ടന് ഒരു ജ്യേഷ്ഠനാണുള്ളത്. അദ്ദേഹം നാട്ടിൽ തന്നെ ഒരു വലിയ ബിസിനസ് നടത്തുകയായിരുന്നു. വിവാഹശേഷം വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു എനിക്ക് ലഭിച്ചത്. ഭർത്താവിന്റെ വീട്ടുകാർ എന്നെ സ്വന്തം മകളെപ്പോലെയാണ് സ്നേഹിച്ചത്. കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ എന്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്നതും പിന്നീട് ഈ ജോലിയിൽ പ്രവേശിക്കുന്നതും. രാജീവേട്ടന്റെ പൂർണ്ണ പിന്തുണ എപ്പോഴും എനിക്കുണ്ടായിരുന്നു. ജ്യേഷ്ഠന്റെ വീടും ഞങ്ങളുടെ വീടും അടുത്തടുത്തു തന്നെയാണ്. അദ്ദേഹത്തിന് 4 ആൺമക്കളാണ്. എനിക്ക് 2 ആൺമക്കളും ഒരു മോളുമാണ്. മോൾക്കിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. രാജീവേട്ടന്റെ കുടുംബത്തിൽ പെൺകുട്ടികൾ ആരുമില്ലായിരുന്നു. എല്ലാവർക്കും ആൺമക്കൾ മാത്രം. അതുകൊണ്ടുതന്നെ ആ കുടുംബത്തിലെ ഒരേയൊരു പെൺതിരി എന്റെ മോളായതിനാൽ എല്ലാവർക്കും അവളോട് പറഞ്ഞറിയിക്കാനാവാത്ത സ്നേഹമാണ്. അവൾ ആ വീട്ടിലെ ഒരു രാജകുമാരിയെപ്പോലെയാണ് വളരുന്നത്. എന്റെ 42ാമത്തെ വയസ്സിലാണ് അവൾ ജനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു അപ്രതീക്ഷിത ഗർഭമായിരുന്നു. അത്രയും വൈകിയുള്ള ഒരു ഗർഭധാരണവും പ്രസവവുമൊക്കെ ആയതുകൊണ്ടുതന്നെ തുടക്കത്തിൽ എല്ലാവരും എന്നെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തി. ഈ പ്രായത്തിൽ ഇതൊക്കെ വേണോ എന്ന് പലരും ചോദിച്ചു. വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ അത് വേണ്ട, ശരിയാകില്ല, ആരോഗ്യപ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. കുട്ടിയുടെ ആരോഗ്യത്തെയും ഭാവിയെയുമൊക്കെ അത് ദോഷകരമായി ബാധിക്കുമോ എന്ന് ഞങ്ങൾക്കും ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ ഭയമുണ്ടായിരുന്നു. പിന്നെ മുതിർന്ന 2 ആൺമക്കളുള്ളപ്പോൾ ഇത്രയും വൈകി ഗർഭിണിയായതിന്റെ ഒരു ചമ്മലും നാണക്കേടും എനിക്കുണ്ടായിരുന്നു. പുറത്തിറങ്ങി നടക്കാൻ പോലും ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു. ആളുകൾ എന്തു വിചാരിക്കും എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടി. എങ്കിലും എന്റെ രാജീവേട്ടനും എന്റെ മറ്റു 2 മക്കളും എന്റെ കൂടെ പൂർണ്ണ പിന്തുണയുമായി നിന്നു. അവർ തന്ന ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ടു പോയത്. ഗർഭകാലത്ത് ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു. പ്രായത്തിന്റേതായ ക്ഷീണവും അസ്വസ്ഥതകളും എന്നെ തളർത്തി. എങ്കിലും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷവും ആഗ്രഹവുമൊക്കെയായി അവൾ വളരുന്നത് കാണുമ്പോൾ അന്നനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊന്നും ഒരു വിലയുമില്ലെന്ന് എനിക്ക് തോന്നും. എന്റെ മൂത്തമോൻ ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവന് നല്ലൊരു ജോലിയായി ഇനി അവന്റെ കല്യാണാലോചനകളൊക്കെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. 2ാമത്തെ മകൻ മറ്റൊരു നഗരത്തിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷകരമായ തികഞ്ഞ ഒരു കുടുംബജീവിതം. പക്ഷേ എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ തുടങ്ങുന്നത് 2ാമത്തെ മോൻ ജനിച്ച് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. രാജീവേട്ടന് ദാമ്പത്യത്തിൽ ചില ബലഹീനതകൾ കണ്ടുതുടങ്ങി. അദ്ദേഹത്തിന് കാര്യമായ അസുഖങ്ങളൊന്നുമില്ല. വളരെ അപൂർവമായി മാത്രമേ മദ്യപിക്കാറുള്ളൂ. യാതൊരു ദുശ്ശീലങ്ങളുമില്ലാത്ത ഒരാൾ. പക്ഷേ ശാരീരികമായ ചില പ്രശ്നങ്ങൾ കാരണം പലതവണ ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പരാജയപ്പെട്ടു. തുടർച്ചയായി ഇത് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അദ്ദേഹം വല്ലാതെ വിഷമിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടെ സംസാരിച്ചു. ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കാമെന്നും ഇതിനൊക്കെ ഇപ്പോൾ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടെന്നും ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആദ്യമൊക്കെ പുള്ളി അത് കേൾക്കാൻ തയ്യാറായില്ല. പുരുഷന്മാരുടെ സ്വാഭാവികമായ ഈഗോ അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കി. പിന്നെയും ഇത് സ്ഥിരസംഭവമായപ്പോൾ ഞാൻ കുറച്ചുകൂടി കർശനമായി പറഞ്ഞു, ഡോക്ടറെ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുമെന്ന്. അങ്ങനെ ഒരുപാട് നിർബന്ധിച്ചതിനു ശേഷം ഞങ്ങളൊരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ വിശദമായി പരിശോധിച്ച ശേഷം പറഞ്ഞു, ഞരമ്പുകളിലെ രക്തയോട്ടം കുറയുന്നതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത്, പ്രായത്തിന്റേതായ ചില വ്യതിയാനങ്ങളും കാരണമാകാമെന്ന്. ചില ടെസ്റ്റുകൾക്ക് ശേഷം കുറച്ചു മരുന്നുകളൊക്കെ എഴുതി തന്നു. കുറേനാൾ ആ ചികിത്സ കൃത്യമായി നടത്തിയതുകൊണ്ട് ചെറിയ മാറ്റങ്ങളുണ്ടായെങ്കിലും പൂർണ്ണമായിട്ടും ഒന്നും ശരിയായില്ല. പഴയ ആ ഒരു ഉന്മേഷം അദ്ദേഹത്തിന് തിരികെ കിട്ടിയില്ല. മറ്റു രീതിയിൽ രാജീവേട്ടൻ എന്നോട് വളരെ സ്നേഹത്തോടെയും കരുതലോടുകൂടിയുമാണ് എപ്പോഴും പെരുമാറുന്നത്. എന്റെ ഏതാഗ്രഹങ്ങളും നിറവേറ്റിത്തരാൻ അദ്ദേഹം എപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ടായിരുന്നു. ഒരു നല്ല ഭർത്താവ് എങ്ങനെയായിരിക്കണമോ അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു ദാമ്പത്യത്തിൽ ശാരീരികമായ അടുപ്പത്തിനും അതിന്റേതായ പ്രാധാന്യമില്ലേ?
അങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ ആഗ്രഹിച്ച് ഇത്രയും വർഷം ജീവിച്ച എനിക്ക് ഈ ഒരു കുറവ് മനസ്സിൽ വലിയൊരു സങ്കടമായി കിടന്നിരുന്നു. പക്ഷെ ഞാൻ എന്തു ചെയ്യാനാണ്? ഭർത്താവിന്റെ രീതികളുമായി പൊരുത്തപ്പെട്ടു പോവുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ കുറവുകളെ അംഗീകരിച്ച് കൂടെ നിൽക്കുക എന്നത് ഒരു ഭാര്യയുടെ കടമയല്ലേ? അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പരാതിയും പരിഭവവും അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന രീതിയിൽ ഞാൻ എന്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി. മനസ്സിനുള്ളിൽ ഒരുപാട് കൊതിയും അതൃപ്തിയും ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഞാനത് പുറത്തു കാണിച്ചില്ല. എന്റെ മൂത്ത 2 ആൺമക്കളും തമ്മിൽ വളരെ കുറഞ്ഞ പ്രായവ്യത്യാസമേയുള്ളൂ. മൂത്ത മകൻ പഠനം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയതിനാലും രണ്ടാമത്തവൻ പഠനത്തിനായി മറ്റൊരു നഗരത്തിലേക്ക് പോയതിനാലും വീട്ടിൽ ഞാനും രാജീവേട്ടനും മാത്രമായി. മൂത്തവൻ അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനാണെങ്കിലും പഠനത്തിൽ അവൻ എപ്പോഴും ഒന്നാമനായിരുന്നു. ഇളയവനായിരുന്നു ശരിക്കും വീട്ടിലെ താരം. എപ്പോഴും കുറുമ്പും കുസൃതിയും സംസാരവുമൊക്കെയായി വീടെപ്പോഴും ശബ്ദമുഖരിതമാക്കി നിർത്തിയിരുന്നത് അവനായിരുന്നു. അവനും കൂടി പഠിക്കാൻ പോയതോടെ ആ വലിയ വീട് പെട്ടെന്ന് നിശബ്ദമായി. ഒരു തരം ശൂന്യത ആ വീട്ടിൽ നിറഞ്ഞു. പിന്നെ ഞാനും രാജീവേട്ടനും എങ്ങനെയൊക്കെയോ ആണ് ഓരോ ദിവസവും തള്ളി നീക്കിയത്. ജോലിയും വീട്ടുജോലികളും മാത്രമായി എന്റെ ലോകം ചുരുങ്ങി. ഈ ഏകാന്തതയ്ക്കിടയിലാണ് ഏകദേശം 7 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കമ്പനിയിൽ സെയിൽസ് വിഭാഗത്തിൽ പുതിയതായി ഒരു സ്റ്റാഫ് ചാർജ് എടുത്തത്. എന്റെ സമപ്രായമുള്ള കാവ്യ എന്നായിരുന്നു അവളുടെ പേര്. വളരെ പെട്ടെന്ന് തന്നെ അവളുമായി എനിക്ക് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ആദ്യകാലങ്ങളിലൊക്കെ അവൾ വിദേശത്തായിരുന്നു താമസിച്ചിരുന്നത്. ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ അവിടെ തന്നെ. കാണാൻ അതിസുന്ദരിയായ നല്ല ഡ്രസ്സിംഗ് സെൻസുള്ള ഒരുവൾ. ഞങ്ങളുടെ കമ്പനി അവൾക്ക് താമസിക്കാൻ ഒരു ഫ്ളാറ്റ് ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. അവിടെ അവൾ തനിച്ചാണ് താമസിക്കുന്നത്. നഗരത്തിൽ അവൾക്ക് സ്വന്തമായി വേറെയും ഫ്ളാറ്റുകളുണ്ടായിരുന്നു. കാവ്യയുടെ ജീവിതരീതികൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അവൾ ആദ്യമൊരു വിവാഹം കഴിച്ചതാണ്. എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല. അവർ വേർപിരിഞ്ഞു. അതിൽ അവൾക്കൊരു പെൺകുട്ടിയുണ്ട്. പക്ഷേ ആ കുട്ടിയെ അവളല്ല വളർത്തുന്നത്, കുട്ടിയുടെ അച്ഛന്റെ കൂടെയാണവൾ. കാവ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കുടുംബജീവിതമോ അമ്മയുടെ ഉത്തരവാദിത്തങ്ങളോ ഒന്നും അവൾക്കൊട്ടും താൽപ്പര്യമുള്ള വിഷയങ്ങളായിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യത്തോടെ അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നതായിരുന്നു അവളുടെ രീതി. അവൾക്കൊരുപാട് സുഹൃത്തുക്കളും രഹസ്യബന്ധങ്ങളും ഉണ്ടായിരുന്നു. അവളുടെ എല്ലാ വിശേഷങ്ങളും രഹസ്യങ്ങളും അവൾ എന്നോട് തുറന്നു പറയുമായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർക്കും, ദൈവമേ, ഇവൾ വിദേശത്തെ ആ സംസ്കാരം മുഴുവൻ ഇവിടെ കൊണ്ടുവരികയാണല്ലോ എന്ന്. എനിക്കെന്തായാലും അത്രയും ധൈര്യമോ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥയോ ഇല്ലായിരുന്നു. ഒരു സാധാരണ ഗ്രാമീണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാകും. പക്ഷേ അവളുടെ ഈ പുതിയ ലോകത്തെക്കുറിച്ചുള്ള കഥകളും അവളുടെ അനുഭവ വിവരണങ്ങളുമൊക്കെ കേൾക്കാൻ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു കൗതുകമുണ്ടായിരുന്നു. എന്റെ വിരസമായ യാന്ത്രികമായ ജീവിതത്തിൽ അവൾ പറയുന്ന കാര്യങ്ങൾ ഒരു ചെറിയ മഴ പെയ്തതുപോലെ എനിക്ക് ആശ്വാസം നൽകി. എനിക്ക് ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത ആ രഹസ്യലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ എനിക്കൊരു പുതിയ സുഖം നൽകി. വൈകുന്നേരങ്ങളിൽ വീട്ടിലെത്തിയാൽ ഞാൻ കാവ്യയെക്കുറിച്ചും അവൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും രാജീവേട്ടനോട് പറയുമായിരുന്നു. അവളുടെ പഴയകാലത്തെ കഥകളും ഇപ്പോഴത്തെ അവളുടെ ജീവിതരീതികളും അവളുടെ രഹസ്യബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാതിരുന്ന ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിനതൊരു താൽപ്പര്യമുണ്ടാക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടുതന്നെ കാവ്യ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ എന്റെ വകയായി കുറച്ചു പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ചാണ് രാജീവേട്ടനോട് പറഞ്ഞിരുന്നത്. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ രാജീവേട്ടന് വലിയ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ ആകാംക്ഷയോടെ എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം ചോദിക്കും, ഏട്ടി, ഇന്ന് കാവ്യ പുതിയതായി എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ അടുത്ത പരിപാടി എന്താണ് എന്നൊക്കെ. കാവ്യയുടെ കഥകൾ സ്ഥിരമായി കേൾക്കാൻ തുടങ്ങിയതിൽ പിന്നെ രാജീവേട്ടന്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വല്ലാത്തൊരു ആവേശം കൈവന്നതുപോലെ. ആ കഥകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ഞാൻ കണ്ടു. ഇതൊക്കെ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള ഒരു ഉന്മേഷം നൽകുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതുകൊണ്ടുതന്നെ കഥകൾ കൂടുതൽ കൂടുതൽ രസകരമായി പറയാൻ ഞാൻ ശ്രദ്ധിച്ചു. ഭർത്താവിന് കുറച്ചു മാറ്റങ്ങളുണ്ടായത് എനിക്ക് സമാധാനവും സന്തോഷവും നൽകിയെങ്കിലും ഞാനൊരിക്കലും കാവ്യയെ എന്റെ ഭർത്താവിനെ നേരിട്ട് പരിചയപ്പെടുത്തിയില്ല. എനിക്കെന്തോ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. അവളുടെ കഥകൾ കേൾക്കുമ്പോഴേക്കും ഇത്രയും ആവേശഭരിതനാകുന്ന രാജീവേട്ടൻ ഇനി അവളെ നേരിട്ട് കണ്ട് കൂടുതൽ അടുപ്പത്തിലായാൽ എന്തെങ്കിലും വഴിതെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയന്നു. കാവ്യക്കാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ല. രാജീവേട്ടനാണെങ്കിൽ കാണാൻ വളരെ സുമുഖനുമാണ്. അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് കാവ്യയ്ക്കൊന്നും അറിയില്ലല്ലോ. അവൾ ചിലപ്പോൾ അദ്ദേഹത്തെ ആകർഷിക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിച്ചാലോ എന്നോർത്ത് എനിക്ക് ചെറിയൊരു പൊസസീവ്നെസ് തോന്നി.
അതുകൊണ്ട് അവളെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇതിനിടയ്ക്ക് ഒരു ദിവസം കാവ്യ എന്നോട് അവളുടെ ഒരു പ്രത്യേക സുഹൃത് വലയത്തെക്കുറിച്ച് പറഞ്ഞു. യാതൊരുവിധ സദാചാര ബോധങ്ങളുമില്ലാത്ത, പരസ്പരം ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഒത്തുചേരുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പ്. പണവും സുഖവും മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആർക്കും ആരോടും ബാധ്യതകളില്ല. അതൊക്കെ കേട്ടപ്പോൾ കാവ്യ ശരിക്കും ഒരു സാധാരണ സ്ത്രീയല്ലെന്നും വളരെ സങ്കീർണമായൊരു ജീവിതരീതിയാണ് അവളുടേതെന്നും എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. ഞാൻ ഈ കാര്യങ്ങൾ രാജീവേട്ടനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അമിതമായ ആവേശമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, കാവ്യ പറയുന്ന ആ ഐഡിയ വളരെ നല്ലതാണല്ലോ. നീ എന്തിനാണ് അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അവളുടെ ആ രഹസ്യലോകത്തേക്ക് നമുക്കുമൊന്ന് പോയി നോക്കിയാലോ? വെറുതെ ഇങ്ങനെ വിരസമായി ജീവിച്ചു തീർത്തിട്ട് എന്താണ് കാര്യം? എന്റെ ചില പ്രശ്നങ്ങൾ കാരണം നീയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരമാകുമിത്. അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം തുടർന്നു, നമുക്കിനി നാളെയെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കുട്ടികളൊക്കെ വളർന്നു വലുതായി അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരായി. അതുകൊണ്ട് നമുക്കിത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കാം. ആദ്യം ഞാൻ അതിനെ ശക്തിയായി എതിർത്തു. എനിക്ക് അത്തരം കാര്യങ്ങളോട് ഒട്ടും യോജിക്കാൻ കഴിയില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. പക്ഷെ രാജീവേട്ടൻ എന്നെ വല്ലാതെ നിർബന്ധിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ സദാചാരം പറയുന്നത്? നിനക്കും നിന്റേതായ ശാരീരിക ആവശ്യങ്ങളില്ലേ? അത് നടക്കണ്ടേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോൾ എന്റെ മനസ്സും ഒന്ന് പതറി. വർഷങ്ങളായി ഞാൻ ഉള്ളിലൊതുക്കിയ എന്റെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തലപൊക്കുന്നതുപോലെ എനിക്ക് തോന്നി. പിറ്റേ ദിവസം ഞാൻ രാജീവേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാവ്യയോട് പറഞ്ഞപ്പോൾ അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് വളരെ അഡ്വാൻസ്ഡ് ആണല്ലോ. അദ്ദേഹം പറഞ്ഞത് നിന്റെ സന്തോഷത്തിനു വേണ്ടിയിട്ടാണ്. നിന്റെ ആഗ്രഹങ്ങൾ നടക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അവൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. എന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ലേ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? പക്ഷെ പുള്ളി എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? പുള്ളിക്കിത് കേൾക്കാനും കാണാനുമുള്ള ഒരു നിഗൂഢമായ താൽപര്യം കൊണ്ടാണോ എന്നെനിക്ക് സംശയം തോന്നി. എന്നാലും രാജീവേട്ടൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഞാൻ കാവ്യയോട് സമ്മതം മൂളി. അവൾ പറഞ്ഞു, അതിനെന്താ, നമ്മുടെ ഗ്രൂപ്പിൽ നിനക്കിഷ്ടമുള്ള ഒരാളെ തെരഞ്ഞെടുക്കാം. അങ്ങനെ അവൾ എനിക്ക് ഒരു ചെറുപ്പക്കാരന്റെ വിവരങ്ങൾ തന്നു. അവന്റെ മുഖം വ്യക്തമല്ലാത്ത ചില ചിത്രങ്ങളും അവൾ കാണിച്ചു തന്നു. അത് കണ്ടപ്പോൾ രാജീവേട്ടൻ വല്ലാതെ ആവേശഭരിതനായി. ഇത് നിനക്ക് വളരെ അനുയോജ്യമായിരിക്കും. നീ കൊതിക്കുന്ന എല്ലാ പ്രത്യേകതകളും ഈ ചിത്രത്തിൽ തന്നെയുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നാണത്തോടെ പറഞ്ഞു, ഒന്ന് പോ രാജീവേട്ട, വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞു നിർബന്ധിക്കാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയരുത്. ഇതൊരു പുതിയ അനുഭവമായിരിക്കും. നീ ഇതൊരു സീരിയസ് ബന്ധമായി എടുക്കേണ്ടതില്ല. ഒരു മാറ്റത്തിനു വേണ്ടി മാത്രം. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയണം. എനിക്കിത് കേൾക്കുകയും ചിലപ്പോൾ കാണുകയും വേണം. അല്ലാതെ എനിക്കിതിലൊരു പൂർണ്ണത തോന്നില്ല. രാജീവേട്ടന്റെ ഈ വാക്കുകൾ എന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. എങ്കിലും അദ്ദേഹത്തിന്റെ സന്തോഷത്തിനു വേണ്ടി ഞാനതിന് തയ്യാറായി. കാവ്യയുടെ നഗരത്തിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച പ്ലാൻ ചെയ്തത്. വളരെ രഹസ്യമായി, ആരും അറിയാതെ. രാജീവേട്ടൻ വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചു, വരുന്ന ആളുമായി യാതൊരു മാനസിക അടുപ്പവും ഉണ്ടാക്കരുത്. വെറും ശാരീരികമായൊരു ബന്ധം മാത്രം. പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിന് ഒരു കോട്ടവും തട്ടരുത്. നമ്മൾ വളരെ ഉയർന്ന കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇതൊക്കെ പുറത്തറിഞ്ഞാൽ വലിയ നാണക്കേടാകും. ഞാൻ രാജീവേട്ടന്റെ എല്ലാ നിബന്ധനകളും കൃത്യമായി അനുസരിക്കാമെന്ന് വാക്കുകൊടുത്തു. കാവ്യയും ഉറപ്പു നൽകി അവിടെയെല്ലാം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ആ ഫ്ളാറ്റിലെത്തി. എന്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. അപരിചിതമായൊരു പുതിയ ലോകത്തേക്കാണ് ഞാൻ കാൽക്കുത്തുന്നത്. വർഷങ്ങളായി യാതൊരുവിധ സ്നേഹപ്രകടനങ്ങളുമില്ലാതെ വരണ്ടുണങ്ങിക്കിടന്ന എന്റെ മനസ്സിനും ശരീരത്തിനും ഇതൊരു വലിയ ആശ്വാസമാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. വന്ന ആൾ വളരെ പ്രൊഫഷണലായിരുന്നു. യാതൊരുവിധ വൈകാരികമായ സംസാരങ്ങളോ ഇടപെടലുകളോ ഇല്ലാതെ കൃത്യമായി എന്തു ചെയ്യണമോ അതുമാത്രം ചെയ്യുന്ന ഒരാൾ. അയാൾക്കൊരു പ്രത്യേകതരം മുഖംമൂടിയുണ്ടായിരുന്നു. ആ നിമിഷങ്ങൾ എനിക്ക് വിവരിക്കാൻ കഴിയാത്തത്ര മനോഹരമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ശരിക്കും ഒരു സ്ത്രീയെന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്നതായി എനിക്ക് തോന്നി. രാജീവേട്ടന്റെ ഈ തീരുമാനത്തെ ഞാൻ ഉള്ളിൽ അഭിനന്ദിച്ചു. എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അവിടെ വെച്ച് രാജീവേട്ടൻ ആവശ്യപ്പെട്ടതുപോലെ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മക്കായി ഫോണിൽ പകർത്തിയിരുന്നു. അതെല്ലാം രാജീവേട്ടനെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം വളരെ ആകാംക്ഷയോടെ എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നടന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞു. ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഞാൻ അതുവരെ കാണാത്തൊരു വല്ലാത്ത തിളക്കവും ആവേശവും കണ്ടു. അദ്ദേഹം എന്നെ ചേർത്തുപിടിച്ച് വല്ലാതെ സന്തോഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് രാജീവേട്ടനിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. യാതൊരു മരുന്നുകളുടെയും സഹായമില്ലാതെ അദ്ദേഹം പഴയതുപോലെ പൂർണ്ണ ആരോഗ്യവാനായി മാറി. ആ ഒരു മാനസികമായ ഉത്തേജനം
അദ്ദേഹത്തിന്റെ എല്ലാ ശാരീരിക പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചു. ഞങ്ങൾക്കിടയിലെ ആ മരവിപ്പ് പൂർണ്ണമായും മാറി. പഴയ ആ പ്രണയകാലത്തേക്ക് ഞങ്ങൾ തിരികെ പോയതുപോലെ എനിക്ക് തോന്നി. ആ ഒരു സംഭവത്തിനു ശേഷം അദ്ദേഹം എന്നെ ജീവന് തുല്യം സ്നേഹിക്കാൻ തുടങ്ങി. പിന്നീട് കാവ്യ പുതിയ പല നിർദ്ദേശങ്ങളുമായി വന്നെങ്കിലും രാജീവേട്ടൻ സ്നേഹത്തോടെ അത് നിരസിച്ചു. നമുക്ക് നമ്മുടെ ഈ ജീവിതം മതി മീരെ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാത്രിയിലെ സംഭവം ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആ പഴയ സ്നേഹവും അടുപ്പവും തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എനിക്ക് ശാരീരികമായി ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി. പ്രായത്തിന്റേതായ പ്രശ്നങ്ങളാണെന്ന് കരുതി ഞാൻ ആദ്യം അത് കാര്യമാക്കിയില്ല. പക്ഷെ പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്. ഞാൻ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു. എന്റെ ലോകം തലകീഴായി മറിഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഈ പ്രായത്തിൽ, അതും ആ ഒരു രഹസ്യബന്ധത്തിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ എങ്ങനെ രാജീവേട്ടനോട് പറയും? ഞാൻ ആകെ തകർന്നുപോയി. ഭയവും കുറ്റബോധവും എന്നെ കാർന്നു തിന്നാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ വല്ലാതെ വിഷമിച്ചു. ഒടുവിൽ വേറെ വഴിയില്ലാതെ കരഞ്ഞുകൊണ്ട് ഞാൻ ഈ വിവരം രാജീവേട്ടനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഓർത്ത് എന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വെറുക്കുമോ, വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്നൊക്കെ ഞാൻ ഭയന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വളരെ ശാന്തനായി ചിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്ന് എന്നെ ചേർത്തുപിടിച്ചു. എന്റെ കണ്ണുനീർ തുടച്ചുമാറ്റി അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാണ് മീരെ ഇങ്ങനെ കരയുന്നത്? ഇതൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം തുടർന്നു, അന്ന് ആ ഫ്ളാറ്റിൽ നിന്നെ കാണാൻ വന്നത് വേറെ ആരുമായിരുന്നില്ല, അത് ഞാൻ തന്നെയായിരുന്നു. ഞാൻ അക്ഷാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. എന്റെ ചെവികളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ മീരെ, അന്ന് ആ മുഖംമൂടിക്ക് പിന്നിൽ ഞാൻ തന്നെയായിരുന്നു. എന്റെ ശാരീരിക പ്രശ്നങ്ങൾ ശരിക്കും ഒരു മാനസികമായ തടസ്സം മാത്രമായിരുന്നു. ഒരു അപരിചിതനായ ആളായി നിന്നോട് ഇടപഴകുമ്പോൾ എനിക്കാ തടസ്സം മാറുമോ എന്നൊരു പരീക്ഷണം നടത്തുകയായിരുന്നു ഞാൻ. കാവ്യയും ഞാനും കൂടി പ്ലാൻ ചെയ്തതായിരുന്നു ഇതെല്ലാം. എനിക്ക് ദേഷ്യപ്പെടണോ അതോ സന്തോഷിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. എന്നെ ക്ഷമിക്കണം മീരെ, നിന്നോട് പറയാതെ ഇങ്ങനെ ചെയ്തതിന്. പക്ഷേ ആ ഒരൊറ്റ രാത്രികൊണ്ട് എനിക്കെന്റെ പഴയ കരുത്തും ഉന്മേഷവും തിരികെ കിട്ടിയില്ലേ? ഈ കുഞ്ഞ് നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമാണ്. ഇതിൽ നീ യാതൊരു കുറ്റബോധവും തോന്നേണ്ട കാര്യമില്ല. ഇത് നമ്മൾക്ക് കിട്ടിയ ഒരു പുതിയ ജീവനാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിലെ വലിയൊരു ഭാരം ഇറക്കിവെച്ചതുപോലെ എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. പക്ഷേ ഇത്തവണ അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. ആ നിഗൂഢമായ രാത്രിയിൽ ഞാൻ അനുഭവിച്ച ആ സ്നേഹം എന്റെ സ്വന്തം ഭർത്താവിന്റേതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള പ്രണയം 100 ഇരട്ടിയായി വർദ്ധിച്ചു. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ അകലങ്ങളും ആ ഒറ്റ രാത്രി കൊണ്ടില്ലാതായി. പിന്നീടങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം കൂടുതൽ സുന്ദരമായി മാറി. ആ പുതിയ അതിഥിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു ഞങ്ങൾ. എന്റെ മൂത്ത മക്കളും ഈ വിവരമറിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു. അവരുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി. മാസങ്ങൾക്കു ശേഷം ഞാനൊരു സുന്ദരിയായ പെൺകുഞ്ഞിന് ജന്മം നൽകി. മാളവിക എന്ന് ഞങ്ങൾ അവൾക്ക് പേരിട്ടു. അവൾ വന്നതോടെ ഞങ്ങളുടെ വീട് വീണ്ടും പഴയതുപോലെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ തിരിഞ്ഞുനോക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കേണ്ടിവരും. ചില രഹസ്യങ്ങളും ചില പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും തയ്യാറായാൽ ഏത് ദാമ്പത്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ ജീവിതം. സ്നേഹമെന്നത് ഒരുപാട് മാനങ്ങളുള്ളൊരു വികാരമാണ്. അതെപ്പോഴും പുതിയ രൂപങ്ങളിൽ നമ്മെ തേടിയെത്തും. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. ഹൈപ്പടിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.